ആലപ്പുഴ പൊതുവെ തീരദേശ മേഖലയാണ്. അവിടെ ഒരുപാട് വെള്ളക്കെട്ടുകൾ രൂപപ്പെടാൻ സാധ്യതയുള്ളതും പതിവായ മഴയത്തൊക്കെ സംഭവിക്കുന്നതുമാണ്. ഇത്തവണ ഈ മഴയിൽ ഇന്നലെയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇന്നിപ്പോൾ മഴയുണ്ടോ അവിടെ? അർദ്ധരാത്രി മുതൽ അതിശക്തമായ കാറ്റും മഴയുമായിരുന്നു. ഞാൻ ഈ വരുന്ന വഴിയിലൊക്കെ ചെറുതും വലുതുമായ ധാരാളം മരങ്ങൾ വീണ് കിടപ്പുണ്ട്. നമുക്കൊരു കുറച്ചുകൂടെ നേരം പുലരുമ്പോൾ എത്രത്തോളം നാശനഷ്ടം ഉണ്ടായി എന്നുള്ളത് മനസ്സിലാവും. എന്തായാലും നിരവധി വീടുകളുടെ മുകളിലേക്ക് മരം കടപുഴകി വീണിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഈ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ സാധാരണ നിലയിൽ വെള്ളക്കെട്ടുണ്ടാകാറുള്ളത് കുട്ടനാട്, അപ്പർ കുട്ടനാടൻ മേഖലയിലാണ്. കിഴക്കൻ വെള്ളം വന്ന് വലിയ ബുദ്ധിമുട്ടാണ് അവിടുത്തെ ജനങ്ങൾക്കുണ്ടാകുക. പക്ഷേ ഇന്നലെ രാത്രി വരെയൊന്നും അത്ര കാര്യമായ രീതിയിലുള്ള കിഴക്കൻ വെള്ളം വരുന്നില്ല. സാധാരണയുള്ളത് പെയ്ത്ത് വെള്ളം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലൊന്നും അത്ര സാധാരണ നിലയിൽ നമ്മൾ പ്രളയത്തിന് സമാനമായി കാണുന്ന സാഹചര്യം അവിടെ ഒന്നുമില്ല. പക്ഷേ ഇത്തവണ കൂടുതലായും വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നത് ഈ ദേശീയപാതയുടെ ഓരത്തും റോഡുകളുടെ വശത്തുമാണ്. കാരണം ഈ ദേശീയപാതയൊക്കെ എന്ന് പറയുന്ന ചിലയിടങ്ങളിലൊക്കെ 3-4 അടിയൊക്കെ വലിയ രീതിയിൽ ഉയർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അത്രയും ഉയരത്തിൽ തന്നെ ഓടയും പടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ളൊരു സ്ഥലമില്ല. സ്വാഭാവികമായി തന്നെ ആ വെള്ളമൊക്കെ റോഡിൽ കൂടെയൊക്കെ ഒഴുകി സമീപത്തുള്ള തോട്ടിലൂടെയൊക്കെ നീർച്ചാലുകളിലേക്കൊക്കെ പോകേണ്ടതാണ്. പക്ഷേ ഈ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ ഈ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയില്ല. അതുകൊണ്ട് വെള്ളക്കെട്ടുണ്ട്. കായംകുളം അടക്കമുള്ള നമ്മുടെ കൊല്ലം റിപ്പോർട്ടർ കണ്ണനായരുടെ ഉൾപ്പെടെയുള്ള വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്. പ്രളയത്തിലൊന്നും അവിടെയൊന്നും വെള്ളം വരാത്ത സ്ഥലങ്ങളായിരുന്നു. അത്തരത്തിൽ ഇതുവരെ വെള്ളക്കെട്ടുണ്ടാകാത്ത സ്ഥലങ്ങളിലാണ് ഇത്തവണ ആലപ്പുഴയിൽ വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് തന്നെ സാധാരണ നിലയിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങളിൽ അതുമാതിരിയുള്ള പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കാരണം കിഴക്കൻ വെള്ളം വരുമ്പോഴാണ് അവിടെയൊക്കെ അത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ കിഴക്കൻ വെള്ളം വേഗത്തിൽ അറബിക്കടലിലേക്ക് ഒഴുക്കി കളയാൻ വേണ്ടി തോട്ടപ്പള്ളി പൊഴി മുറിച്ചിട്ടുണ്ട്. ആ പൊഴിയിലൂടെ വെള്ളം വേഗത്തിൽ തന്നെ കടലിലേക്ക് ഒഴുകി പോകുന്നുണ്ട്. അങ്ങ് നമ്മൾ വടക്കോക്ക് പോവുകയാണെങ്കിൽ ചേർത്തലയിലൊക്കെ 3-4 ദിവസം മുമ്പ് അതിശക്തമായ മഴയാണ് പെയ്തത്. ചേർത്തലയുടെ തീരമേഖലയുടെ അടക്കം വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടായിരുന്നു. പക്ഷേ പൊഴി വഴി വെള്ളം കടലിലേക്ക് പോയതുകൊണ്ട് കാര്യമായ പ്രശ്നങ്ങളില്ല. എന്ന് വെച്ച് പൂർണ്ണാർത്ഥത്തിൽ പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല. നിരവധി വീടുകളിൽ വെള്ളമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 8 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിൽ തുറന്നിട്ടുള്ളത്. അമ്പലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. ചെങ്ങന്നൂരും ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. തീരമേഖലയിൽ നിലവിൽ ആശങ്കയുണ്ട്. അതിശക്തമായ തിരയാണ് കടലിലുള്ളത്. പക്ഷേ ഒരു ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു വേലിയേറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും ഒരു അരമണിക്കൂറായിട്ട് മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ അന്തരീക്ഷത്തിലൊക്കെ നല്ല മഴക്കാറുണ്ട്. അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും മഴ പെയ്യാം. അങ്ങനെയുള്ളൊരു ആശങ്കയിലൂടെയാണ് ആലപ്പുഴ ജില്ല കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് ഒരു ദാരുണമായൊരു സംഭവം ഉണ്ടായത്. ഇതേ സമയത്ത് വീട്ടുമുറ്റത്ത് പല്ല് തേച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന യുവാവിൻ്റെ ദേഹത്തേക്ക് വീട്ടുമുറ്റത്ത് തന്നെ നിന്നിരുന്ന ഒരു തെങ്ങ് കടപുഴകി വീണു. ഓലക്കെട്ടി സ്വദേശി അരവിന്ദാണ് മരിച്ചത്. അത്തരത്തിലൊരു ദാരുണമായ സംഭവം ഇന്നലെ ഉണ്ടായി. അതിന് സമാനമായ രീതിയിൽ രാത്രിയിൽ വളരെ വലിയ കാറ്റുണ്ടായിരുന്നു. ഇപ്പോൾ അന്തരീക്ഷം ശാന്തമാണ്. മഴയ്ക്കും കാറ്റിനുമുള്ള സാധ്യതയുണ്ട്. മോട്ടി. ശരി.